ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടോ? നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ട് പോലും ആ ഒച്ച നോയിസ് ക്യാൻസലേഷനെ പൊട്ടിച്ച് ഗൈസ് അത്രയ്ക്ക് ചീവീടിന്റെ ഒരു സൗണ്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രഭാതത്തിൽ എഴുന്നേക്കുന്നത് തന്നെ. ഗൈസ്, ഇതൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് ആണെന്ന് ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബട്ട് ഗൈസ്, അതായത് നമ്മളില്ലേ സിറ്റി ലൈഫ് എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ആക്ച്വലി ഭയങ്കര ഒരു ചേഞ്ചാ. പിന്നെ റേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ചിലടത്ത് നമ്മൾ പോകുമ്പോ റേഞ്ചും കാണത്തില്ല, പക്ഷെ ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടി അടിപൊളിയാണ് ഗൈസ്. അതായത് ഇവിടെ വർക്ക് അതായത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് അതെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ലാൻഡ്സ്കേപ്പ് എന്നല്ലേ പറയുന്നതിന്, ആ ലാൻഡ്സ്കേപ്പ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏലത്തോട്ടങ്ങളുടെ നടുക്കാ നമ്മളിരിക്കുന്നത്. ഫുൾ ഏലത്തോട്ടം. കേസ് ഞാൻ ഇന്നലെ ഏലക്ക പറിച്ച് തിന്നു ഞാൻ. അതായത് നമ്മുടെ നീ കണ്ടിട്ടില്ലല്ലോ? എനിക്കറിയായിരുന്നു ഇവൻ കണ്ടിട്ടില്ല. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഏലക്ക ഇങ്ങനെ പറിച്ചിട്ടൊക്കെ നമ്മള് ഞാനിട്ട് വേരുന്നുള്ള മറ്റേ ഏലക്ക ഇങ്ങനെ പറിച്ചു. ഞാൻ എന്നിട്ട് ഇവന് കൊടുത്തു പച്ച ഏലക്ക കേട്ടാ. ഇല്ല, ഉണങ്ങാത്ത ഏലക്ക. പിന്നെ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഓരോ ഡോംസ്. ഇവിടെ 9 ഡോംസ് ആണുള്ളത്. അതിലെ D8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഡോമിന്റെ ഇന്ത്യയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ അലമ്പായിട്ട് കിടക്കും, കാരണം ഇന്നലെ രാത്രി വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഫുൾ അലങ്കോലമായി. നമ്മുടെ വ്യൂ കാണിച്ചു കൊടുക്ക്. ഏലത്തോട്ടത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ഈവനിങ് ആണ് കിടിലം. അതായതല്ലേ ആ ഒരു സൺസെറ്റ് ടൈമിലുള്ള സൺറൈസ് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല, കാരണം എണീറ്റത് 9 മണിക്കാണ്. സൺസെറ്റ് ഞങ്ങള് കണ്ടിട്ട് ഇന്നലെ കിടിലെന്ന് വെച്ചാൽ കിടിലോ ശരിക്കും ആ സൺറൈസ് ഒക്കെ അടിപൊളി. നമ്മൾ നല്ല ഹൈ റേഞ്ചിലാണ് ഇടയിലൂടെ ഇങ്ങനെ സൺറൈസ് നമ്മളൊരു സിനിമാറ്റിക് ഏരിയ, കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ സൺറൈസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് ഇതാണ്ട് ഈ സാധനം. ഇവിടെ ഇങ്ങനെ നമുക്ക് വൈകുന്നേരമൊക്കെ നമുക്ക് പേടിയില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പേടിയൊക്കെ വരും കേട്ടോ ഇങ്ങനെ കയറാണല്ലോ. എന്നാലും ഞാൻ ആദ്യത്തെ ദിവസം കേറിയില്ല ഇവിടെ, കാരണം എനിക്ക് ഭയങ്കര പേടിയെങ്ങാനും പൊട്ടി താഴെ വീണാല. അത് മഴയൊക്കെ പെയ്ത് തിരി നനഞ്ഞ് കുതിർന്ന്, അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതെല്ലാം കുതിർന്നു വല്ല ഒരെണ്ണം പൊട്ടി ടപ്പെന്നും പറഞ്ഞ അടുത്ത് പൊട്ടി പോയാലോ. പൊട്ടിയ താഴെ വീഴും, കാരണം നമ്മ അത്ര പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് മറ്റൊരു ഡോം D9. ഇവിടെ വെച്ച് ഇവിടുത്തെ പ്രോപ്പർട്ടി അവസാനിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ വെച്ച് തീരും. ഇതിന്റെ മുകളിൽ എന്താന്ന് കുരിശുമല കാണിച്ചു കൊടുക്കും. അവിടെ ആക്ച്വലി ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ 6:30 എണീക്കണമായിരുന്നു. ഗൈസ് എന്തായാലും നമ്മളിപ്പോ എഴുന്നേറ്റ് 9 മണിക്ക് ഇവിടെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇപ്പൊ പോയാലേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോളൂ. കമോൺ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അവിടുത്തെ ഡോറടക്കത്തെ ഗൈസ് വഴിയൊക്കെ കാണിച്ചു തരാം. ഭയങ്കര കിടിലാണ് വഴിയൊക്കെ. അതായത് മറ്റേ കൽപ്പടവുകളാണ് വഴി ഫുള്ള്. കണ്ടോ ഇങ്ങനത്തെ സ്റ്റെയർകേസ് അങ്ങടെ 2 സൈഡ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് ഇത് ഒരു കിടിലൻ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതേപോലെ ഇടക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് പോയിട്ടുണ്ട്. ഇതാണ് ട്രക്കിംഗ്. അത് ആക്ച്വലി ഇതിന്റെ തൊട്ട് പുറകിൽ അവിടെ നോക്കിയാൽ ഇതുവഴിയല്ലേ അപ്പുറത്തൊരു വഴിയുണ്ട്. ഇതിൽ കൂടെയാണ് എല്ലാ ഡോമും ഫുള്ളാണ്. ഇവിടെ നല്ല ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ്. കാരണമില്ലേ ഭയങ്കര വെറൈറ്റി ആണല്ലോ. വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ബിക്കോസ് നമ്മള് കോൺക്രീറ്റ് ഇട്ട വീട്ടിൽ റിസോർട്ടിലൊക്കെ കുറെ കിടന്നുണ്ടാവും, പക്ഷെ ഇവിടുത്തെ ഒരു ഡോമിന്റെ ഒരു എഫക്ട് അങ്ങനെ നമ്മൾ വൺ ടൈം എക്സ്പീരിയൻസ് ആ. ഈ ബാക്ക്ഗ്രൗണ്ട് ഏലക്ക കേട്ടോ ഗൈസ്, എല്ലാം ഏലത്തോട്ടമാണ്. പിന്നെ ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിങ്ങിനൊക്കെ പോയി അടിപൊളി. അത് നമ്മൾ ഷോർട്ട് വ്ലോഗ് മേലനങ്ങിയിട്ട് സൈക്ലിംഗ് ഒന്നും പറ്റുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് നമുക്കങ്ങനെ കൊറേ നാളായില്ലേ. ഞാൻ ഒരു പഴയ വൈബ് പിടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അണച്ചണച്ച് ഇരിപ്പായി ലാസ്റ്റ്. ഇനി ഞങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലം കാണിക്കാൻ പോകുന്നു. അതായത് ദ ബെസ്റ്റ് വ്യൂ കിട്ടുന്ന ഒരു കിടില സ്വിമ്മിംഗ് പൂൾ. ഇതാ നോക്ക്. ഇതിങ്ങനെ കാണിക്കുമ്പോ ആ ഒരു ഫീല് മനസ്സിലാവത്തില്ല, കാരണം ഇവിടെ ഈ പറമ്പുള്ളത് കൊണ്ട്. ഞാൻ അപ്പുറത്ത് നിന്നിട്ട് അവിടുത്തെ ആംഗിളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കിടിലൻ വ്യൂ ആ സ്വിമ്മിംഗ് പൂളെന്ന്. അതേപോലെ തന്നെ ഇവിടെ ആക്ച്വലി 24/7 ഓപ്പൺ ആ സ്വിമ്മിംഗ് പൂള്. നമുക്ക് ഉച്ചയ്ക്ക് എന്നാലും ഇവിടെ വെയിലില്ല, വെയില് ഭയങ്കര കുറവാ. ആക്ച്വലി ഞങ്ങളിപ്പോ വന്നത് ഏപ്രിലാണെങ്കിലേ ഇവിടെ ചൂടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരു ഇന്നലെ രാത്രി 22 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പൊ തണുപ്പൊക്കെ, ഞങ്ങൾ AC ഒന്നും ഇല്ലാണ്ടാ കിടന്നത്. പിന്നെ അത്യാവശ്യം തണുപ്പാ ഇപ്പൊ. ഇവിടുത്തെ സൈക്ലിങ്ങിന് പോയാല് നമ്മൾ എവിടെ പോന്നോ അവിടുന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ വാൻ വരും. സൈക്കിളും പിക്കപ്പ് ചെയ്തോണ്ട്. കാരണം അങ്ങോട്ടേക്ക് ഇറക്കവാ.
ഇറക്കവാ, അപ്പൊ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോവാം. പക്ഷെ തിരിച്ചു വരുമ്പോ കേറ്റാണല്ലോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കിച്ചു സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്യാം. കിച്ചു നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇലയേക്കാൾ കൂടുതൽ ചീവീടാണ്. ഇവിടെ ചീവീടിന്റെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വൈകുന്നേരങ്ങളിലാവുമ്പോഴത്തേക്ക് ചീവീടൊക്കെ സൈലന്റ് ആവും, ഇനിമാര് പുറത്തിറങ്ങാൻ തുടങ്ങും. പക്ഷെ ഇതാണ് ഇവിടുന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വ്യൂ. അപ്പൊ നമുക്കിനി റെസ്റ്റോറന്റിൽ പോയി ഫുഡ് എടുക്കുന്നത് കാണാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് വിൽമൗണ്ട് റിസോർട്ട് വാഗമണിന്റെ റെസ്റ്റോറന്റ് ആണ്. ദിസ് ഈസ് ദ റെസ്റ്റോറന്റ്. ഫസ്റ്റ് വന്നത് അല്ലല്ല, ഇന്നലെ നമ്മളിവിടെ വന്നത് പ്ലേറ്റ് ഒക്കെ തീർന്ന അത്രയും ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പ്ലേറ്റ്, വാട്ടർമെലൺ ജ്യൂസ്, ബ്രെഡ്, കട്ട് ഫ്രൂട്ട്സ്, കോൺഫ്ലെക്സ്, ബനാന, ബോയിൽഡ് എഗ്, സോസേജ്. എന്താ പൂരിയുടെ ചെറുതോ? സ്മോൾ സൈസ്, നല്ല ബിഗ് സൈസ് അല്ലായിരുന്നു. ഓ, ഇവിടെ മെനു എപ്പോഴും സെയിം ആണെന്ന് തോന്നുന്നല്ലേ? ഇന്നലെ ഈ സെയിം മെനു ആയിരുന്നു ഗൈസ്. നമുക്കിത് കളക്ട് ചെയ്യാം. ഇത്രയും സാധനത്തിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് ബോയിൽഡ് എഗും സോസേജും ഒക്കെ മേടിച്ചു. എന്താ ഏത് നീ കലക്കുന്ന ചായക്കകത്ത് എന്തോ കലക്കിയേ? പഞ്ചസാര. ഓൾറെഡി ഇത് എന്റെ കോഫി. ഇത് നമുക്ക് കഴിക്കാം. ദിസ് ഈസ് മൈ പ്ലേറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി, നല്ല ക്വാളിറ്റി, നല്ല ചിക്കൻ സ്റ്റൂ ആയിരുന്നു. അതെ, നല്ല. പിന്നെ ഇവിടെ എന്നും ഒരേ മെനു ആണ് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ. പക്ഷെ ചിക്കൻ സ്റ്റൂ അല്ല, അതുകൊണ്ട് തന്നെ അവർ ആ ഒരു മെനുവിൽ ഭയങ്കര അഗ്രകണ്യരാണെന്ന് തോന്നുന്നു. അത്ര അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കി. എല്ലാം അടിപൊളി. പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ അവരെ നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ഓർഡർ ചെയ്യും. പക്ഷെ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കോംപ്ലിമെന്ററി ഉള്ളൂ. പക്ഷെ ഇപ്പൊ മാരിയറ്റിലൊന്നും ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെന്ററി ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഡോമിലേക്ക് പോവാണ്. ഇനി നമുക്ക് നമ്മുടെ ഡോം ഫുൾ ഇന്റീരിയർ കാണിച്ചില്ല. ഇതുവരെ നമ്മൾ അതിനകത്ത് കാണിച്ചില്ലല്ലോ, പുറമേ ഉള്ളതല്ലേ കാണിച്ചു തന്നെ. പുറമേ ഫുള്ള് കാണിച്ചു. ഇനി നമ്മൾ അകമേ ഉള്ളത് ഇതാണ്. ഡോമിലോട്ടൊക്കെ പോകുമ്പോ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിട്ടാണ് തോന്നുന്നു. കണ്ടോ, ലൈറ്റ് ഒക്കെ ഉണ്ട്. രാത്രിയിലത്തെ വ്യൂ കിടിലോ. രണ്ട് സൈഡ് എനിക്കത് കാണുമ്പോഴേ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും എങ്ങനെ ആയിരിക്കും രാത്രി. നിങ്ങൾ ചിന്തിച്ചു നമുക്ക് ഈ ഫ്രെയിം നോക്ക് ഗൈസ്, ഫുൾ ലൈറ്റ്. നമുക്കൊരു ക്യാമറമാൻ ഉണ്ടായിരുന്ന അടിപൊളി വീഡിയോസ് ഒക്കെ ഇവിടെ നമുക്ക് സ്ലോ മോഷനിൽ എടുക്കായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ഇതില്ല. ഇതാണ് നമ്മുടെ മറ്റേ കുരിശുമല. ഈ കുരിശുമല എന്ന് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയാ, നമ്മുടെ പുലിമുരുകന്റെ മോഹൻലാൽ പോത്തില്ലേ കുരിശുമലയിലോ? അതല്ലേ ആ പരിപാടി. എന്റെ പൊന്നും കുരിശു മുത്തപ്പ പൊന്മലയേറ്റം അല്ലേ? പുലിമുരുകല്ലോ ഉണ്ടാവ്. ആണോ ഗൈസ്? നല്ല ഈസ്റ്റർ അല്ല, ദുഃഖവെള്ളിയും പെസഹ വ്യാഴം ഒക്കെ ആയിട്ട് ഇവിടെ ഫുൾ ഇതൊക്കെയായിരുന്നു. അതായത് കുരിശുമലയിലെ ആൾക്കാർ കുരിശു കൊണ്ടൊക്കെ കയറുമല്ലോ. അയ്യോ ഗൈസ്, നമുക്ക് നമ്മുടെ ഡോം ഫുൾ അലങ്കോലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ വേറൊരു ഡോം, വൃത്തിയായിട്ടുള്ള ഡോമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഗൈസ്, ഇവിടെ ഇങ്ങനെ നമുക്ക് കപ്പിളിനാണെങ്കിലും കുഞ്ഞു മക്കളുള്ള ഫാമിലിക്കാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ക്വാളിറ്റി ടൈം നമുക്ക് വൈകുന്നേരം ഒക്കെ സ്പെൻഡ് ചെയ്യാം. രാവിലെ സ്പെൻഡ് ചെയ്താൽ ചെവി അടിച്ചു പോകും. അമ്മാതിരി വീടിന്റെ സൗണ്ട് ഉണ്ട് ഇവിടെ. എല്ലാം ചീവിയാണ്. ചീവീടിനെ കണ്ടോ? ചീവീടിന് എന്തൊരു ത്രാന്തായ നിനക്ക്. അത് തൊടല്ലേ, ചീവീടെല്ലാം പറക്കും. അറിഞ്ഞൂടാ, നല്ല വിശക്കായായിരിക്കും, ചത്തു പോവും. ഞാവൽപ്പഴമല്ല, ഞാവൽപ്പഴമാണെങ്കിൽ മൊത്തം കളഞ്ഞേരം എല്ലാം അതിന്റെ കറ എല്ലാം മൊന്ത വീണ് ലാസ്റ്റ് എനിക്ക് എടുത്തോണ്ടോടെ. കമോൺ ഗൈസ്, ഇനി നമുക്ക് ഇന്റീരിയർ കാണാം. ഞാൻ ഇന്റീരിയർ കാണിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡോറ്. നമുക്ക് ഇങ്ങനെ കേറാം. ചെരുപ്പൊക്കെ ഊരിയിടാം. വാട്ട് എ പ്ലസന്റ് ഇന്റീരിയർ. ഓരോന്നോരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഏരിയ. ഇങ്ങനെ കർട്ടൻ, നമ്മുടെതൊക്കെ ഫുള്ള് കർട്ടൻ നീങ്ങത്തില്ലേ? പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അകത്ത് ഇന്റീരിയർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം ഗൈസ്. വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു ബാൽക്കണി പോലെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് കാലും കയറ്റിയൊക്കെ വെക്കാം.
എന്നിട്ട് വേണേ കഥയൊക്കെ എഴുതാം. ഇതുപോലെ കഥ എഴുതാൻ വേറെ സ്ഥലം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഒന്ന് കാണിക്കൂ. ഗൈസ്, ഇപ്പൊ ഇവിടെ വരുന്നത് ഒരു കഥാകൃത്താണെങ്കിൽ, കവിതാകർത്താവാണെങ്കിലും നമുക്കിവിടെ സ്വിച്ച് ഇടുക. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് കഥയൊക്കെ എഴുതാൻ കഴിയും. കണ്ടോ ഇങ്ങനെ ഇരുന്ന്. അവിടെ ഇപ്പൊ ഏത് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്? മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. ഓക്കെ, എഴുതി കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലാപ്പ് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. പക്ഷെ എല്ലാത്തിനും ഒരു ദിവസം സമയമുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യണം. അതെ ഗൈസ്, ഇവിടെ ഒരു കിടിലൻ ഫുൾ മിറർ ഉണ്ട്. മിറർ സെൽഫി ഒക്കെ ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടായിരുന്നു. സെൽഫി നമുക്ക് ഇങ്ങനെ ഫുൾ ഒരുങ്ങാനുള്ള മിറർ അല്ലേ ഇത്? അതെ, അല്ല പറഞ്ഞതാ, മിറർ സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ നിന്നൊക്കെ എടുക്കാം. നമുക്ക് ഈ ലൈറ്റ് ഒക്കെ മോന്തലോട്ട് അടിച്ച് തിരിച്ചു. പിന്നെ ഗൈസ്, ഇതൊരു സ്റ്റാൻഡ് ആണ്. നമുക്ക് നനഞ്ഞ പൂളിലൊക്കെ പോയി വരുമ്പത്തേക്കും നനഞ്ഞ തുണിയോ മുഷിന്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ തൂക്കിയിടാം ഗൈസ്. പിന്നെ നമുക്ക് 2 ടവൽ എല്ലാ റിസോർട്ടിലും ഡെന്റൽ കിറ്റ് ഒക്കെ കാണും. ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതാണ് ഇവരുടെ ബാത്റൂം. ബാത്റൂമിൽ ഗൈസ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ഗൈസ്, കണ്ടോ? വുഡൻ കോമ്പ്. പിന്നെ ബ്രഷ് കാണിക്കാൻ പറ്റത്തില്ല. ബ്രഷ് പൊട്ടിക്കാതെ ബ്രഷും വുഡനാണ്. വുഡൻ ഇവര് തന്നെ ഉണ്ടാക്കി. നല്ല ബ്രിസിൽസ് ഒക്കെ അതിന് ഭയങ്കര സോഫ്റ്റാ. പിന്നെ ഇവരുടെ വീൽ മൗണ്ട് എന്നൊക്കെ ഉള്ള അത് പഞ്ച് ചെയ്തിട്ടുണ്ട് അതില്. അതായത് ഇവര് തന്നെ മാനുഫാക്ചർ ചെയ്തതായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂമിന്റെ ഇന്റീരിയർ. ഒരു ഇനി രാത്രി ആവുമ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, രാത്രി ആവുമ്പോ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഫുൾ ലൈറ്റ് ഇടുമ്പോ വേറൊരു മൂഡാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് നേരത്തെ പറഞ്ഞ ചീവീടിന്റെ പ്രശ്നം വരത്തില്ല. എപ്പോഴാ ഇത് ഫുൾ അടച്ചു കഴിഞ്ഞാല് ഇത് ഫുൾ ഒരു നോയിസ് ക്യാൻസലേഷൻ ഇട്ടണക്കാവും. പിന്നെ ഇവിടെ വേറൊരു വെറൈറ്റി സാധനം ഉണ്ട്. രണ്ടുപേരേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ മൂന്നാമതൊരാൾ വരികയാണെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇട്ട് തറയിൽ കിടക്കണ്ട. ചിലപ്പം വെട്ടം കാണത്തില്ല. ഞാൻ ഈ കർട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. എക്സ്ട്രാ ബെഡ് ഇട്ട് തറയിൽ കിടക്കണ്ട. എക്സ്ട്രാ ബെഡ് മേളിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു കിടിലൻ. അതുകൊണ്ട് ചിലപ്പം എക്സ്ട്രാ ബെഡ് കിടക്കാനായിരിക്കും ഇവിടെ അടി, ചിലപ്പോ മേളിൽ കിടക്കാനായിരിക്കും ഇവിടെ അടി ഉണ്ടാകുന്നത്. എസിയുടെ ബാക്കിൽ കിടക്കാണ്ട് തണുപ്പ് വരെ താഴെ നടക്കുന്നൊന്നും അറിയത്തില്ല. ഇതുപോലെ ഭയങ്കര അടിപൊളി ഒരു കട്ടിയുള്ള ഇതിനകത്ത്, അതുകൊണ്ട് ഒടിഞ്ഞൊന്നും വീഴത്തില്ല. ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് ചവിട്ടിക്കയറാം. എനിക്ക് തോന്നുന്നു കൂടുതലും പിള്ളേരൊക്കെയാണ്. പിന്നെ കുറെ ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അടിപൊളി. നമുക്ക് എന്താ ഇതിനിപ്പോ പറയുന്നത്? ആർക്കിടെക്ട് തന്നെ പറ. എന്തുവാ ഡ്രീം ക്യാച്ചേഴ്സ് വെച്ചാ അവര് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലുക്ക് ഒന്ന് എലവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് ഡോം. ഇതുപോലാണ് എല്ലാ ഡോമും ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി ഇറങ്ങിയിട്ട് നമുക്ക് താഴെ ഇവിടെ കയറി വരുന്ന എൻട്രൻസിൽ കുറച്ച് പരിപാടികളുണ്ട്. അതായത് കുറച്ച് ആക്ടിവിറ്റീസ്, അതായത് സൈക്ലിംഗ് ഉണ്ട്, ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ചെന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാൻ പറ്റിയ കുറച്ച് മെയിൻ ആയിട്ട് വരുന്നത് 2 ആക്ടിവിറ്റി ആണ്. ഒന്ന് സൈക്ലിംഗ്, 2 കുരിശുമല ട്രക്കിംഗ്. ട്രക്കിംഗ് ഇന്ന് രാവിലെ 6:30 ഒന്നില്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ്. ഇന്നലെ ഈവനിങ് പോവാൻ പറ്റിയില്ല, ബിക്കോസ് ഇന്നലെ നല്ല മഴക്കാർ ഇടിമിന്നലൊക്കെ ആയിരുന്നു. സോ ഇന്ന് മോർണിംഗ് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ 2 പേരും ഉറങ്ങുമായിരുന്നു. സോ ഞങ്ങൾ പോയ ട്രക്കിങ്ങിന് പോയില്ല. പോയവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് അറിയത്തുള്ളൂ. എന്തായാലും ഇവിടെ ട്രക്കിംഗ് ഉണ്ട് ഗൈസ്. കണ്ടില്ലേ, ഇവിടെ ഇതുപോലെ ഷട്ടിൽ ബാറ്റ് കളിക്കാനും ബാഡ്മിന്റൺ കളിക്കാനും ബാസ്കറ്റ്ബോൾ കളിക്കാനും ഇതുപോലെ ഊഞ്ഞാൽ ആടാനും ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ക്യാമ്പ് ഫയർ നടക്കുന്നത് ഇവിടാണ് കേട്ടോ ഗൈസ്. നടുക്ക് ക്യാമ്പ് ഫയർ ഇട്ട് അവിടെ എല്ലാവർക്കും കൂടി ഇങ്ങനെ ചുറ്റിനും കൂടി ഇരിക്കാം. ഊഞ്ഞാലുണ്ട്, സൂപ്പർ ഊഞ്ഞാല. ഇവിടാണ് നമ്മുടെ സൈക്കിൾസ് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പാത്ത് വേ ഒക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാത്തയിൽ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. ഇവിടെ നമുക്ക് ക്യാൻഡിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ച് കപ്പിളിനൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ ഇതുവരെയുള്ള ലൈഫിനെ പറ്റി ചർച്ച ചെയ്യാം, ഫ്യൂച്ചർ പ്ലാൻ ചർച്ച ചെയ്യാം. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ, മറ്റേ പൊങ്ങിച്ചാടും സാധനം. ഹായ് ക്യാൻഡിൽ ലൈറ്റ്. ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ. ഇവിടാണ് നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ പാട്ടൊക്കെ ഇടുന്നത്. മണമുള്ള ക്യാൻഡിലോ എന്തുവാ ഇത്? ആണോ? പക്ഷെ ഇത് കൊള്ളാല്ലേ, ഇതെന്തോ ഒരു കുമ്പസാര മുറിയാണൊക്കെ ഇരിക്കുന്നു. ഡിന്നർ നടത്തുന്ന സ്ഥലമാണ്, ക്യാൻഡിൽ കണ്ടില്ലേ? ഓ, അപ്പൊ ഇതാണ് നമ്മുടെ വാഗമൺ വിൽമൗണ്ട് റിസോർട്ടിലെ നമ്മുടെ റിസോർട്ട് ടൂർ. സോ നമുക്ക് ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ഇവിടുന്ന്
ചെക്ക്ഔട്ട് ചെയ്ത് പോകേണ്ട സമയമായി. സോ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതുപോലെ അടിപൊളി വ്ലോഗുമായിട്ട് നമ്മൾ ഇനിയും എന്തെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും. സോ അതുവരെ